ഈ കൊറോണ വൈറസ് പോലെ വളരെ അപകടകരമായ ഒരു വൈറസ് കേരളത്തിൽ കുറെ വർഷങ്ങളായിട്ടുണ്ട്. പ്രതിദിനം 11-12 പേർ മരിക്കുകയാണ് ഈ വൈറസ് കൊണ്ട്. ഈ വൈറസിന്റെ പേരാണ് വെപ്രാള വൈറസ്. ഇത് സ്വാർത്ഥ വൈറസ്, ധൃതി വൈറസ് എന്ന് രൂപഭേദങ്ങളിലും വരും. പക്ഷെ ഇതെല്ലാം ഒരു ഗ്രൂപ്പായിട്ടൊരു വെപ്രാള വൈറസ് എന്നാണ് പറയുന്നത്. ഈ വൈറസ് കൊണ്ടുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങൾ വാഹനം ഓടിക്കുമ്പോഴാണ് കാണുന്നത്. അതായത് ഈ വൈറസ് ബാധിച്ചവർ രോഗലക്ഷണം എന്തൊക്കെയാണ്? അമിത വേഗത്തിൽ ഓടിക്കുക, ഹോണിനോടൊരു പ്രത്യേക ആസക്തി, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ രോഗമുള്ള വേറൊരാൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ മുമ്പിലുള്ള അല്പ സ്ഥലത്തിന് വേണ്ടി ഒരു മത്സര ബുദ്ധിയോടെ ലൈറ്റ് കത്തിച്ച് കാണിച്ച് അമിത വേഗം കാണിക്കുക, ഒരു ആർത്തി കാണിക്കുക, വാഹനത്തിന്റെ പുറകിൽ വന്ന് ലൈറ്റ് മിന്നിച്ച് കാണിച്ച് ഭീഷണിപ്പെടുത്തുക. പിന്നെ രാത്രി കാലങ്ങളിൽ ഈ എതിരെ വരുന്ന വാഹനത്തിന് നേരെ ലൈറ്റ് ബ്രൈറ്റായി കത്തിച്ച് കാണിച്ച് അയാളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു പ്രവണത. സ്വന്തം ജീവൻ അപകടപ്പെടുത്തുകയും മറ്റുള്ളവരുടെ ജീവൻ മരണത്തിന് കാരണമാകുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം രോഗലക്ഷണമാണിത്. നമ്മൾ ഈ രോഗലക്ഷണം അധികമായി പ്രകടിപ്പിക്കുന്ന ആരെങ്കിലും റോഡിൽ നിർത്തി ചോദ്യം ചെയ്യുകയാണെങ്കിൽ അവർ ചിലപ്പോൾ അക്രമാസക്തരാകുന്നതും കാണാറുണ്ട്. ഈ രോഗലക്ഷണത്തിന്റെ ഒരു കൂടിയ വകഭേദമാണത്. അപ്പൊ ഇങ്ങനെ പല രൂപത്തിൽ ഈ സിംറ്റംസ് കാണാറുണ്ട്. പക്ഷെ ഈ വൈറസിന്റെ, ഈ വെപ്രാള വൈറസിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ബാധിച്ചവർ വിദേശ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞ് വാഹനം ഓടിക്കുമ്പോൾ ഈ വൈറസ് ദേഹത്തുണ്ടെങ്കിലും രോഗലക്ഷണങ്ങൾ വരില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ രോഗലക്ഷണം കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ പിടിച്ച് ഐസൊലേഷൻ വാർഡിൽ കൊണ്ടുപോയി കിടത്തും. ഒരു ആഴ്ചകളോ മാസങ്ങളോ ക്വാറന്റൈനിലായിരിക്കും പോലീസ് സ്റ്റേഷനിൽ. ആ ക്വാറന്റൈൻ കഴിഞ്ഞ് അവരെ വെളിയിൽ വിട്ടാലും സൂക്ഷ്മ നിരീക്ഷണത്തിലായിരിക്കും. കാര്യം ഈ വൈറസ് വീണ്ടും ആക്ടിവേറ്റഡ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ഈ സോഷ്യൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു ഈ വൈറസ് കൊണ്ടുള്ള രോഗലക്ഷണങ്ങൾ ഭയങ്കരമായി കാണാറുണ്ട്. ഇനി ഈ വൈറസ് ഒരു രോഗിയിൽ നിന്ന് വേറെ രോഗിയിലേക്ക് പടരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മാസ്ക് കെട്ടിയതുകൊണ്ടൊന്നും ഇതിനൊരു പ്രതിവിധിയില്ല. ഇത് കാഴ്ചയിലൂടെയാണ് പടരുന്നത്. ഇപ്പൊ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കാലത്തും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്തും ഈ വൈറസ് ദേഹത്തുണ്ട്. വെപ്രാള വൈറസും സ്വാർത്ഥ വൈറസൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ലക്ഷണങ്ങളില്ല. ലൈസൻസ് കിട്ടി റോഡിൽ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ ഈ വെപ്രാള വൈറസ് ബാധിച്ച അനേക ലക്ഷം പേർ ഈ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് കണ്ടിട്ട് അതിൽ നിന്ന് പഠിച്ച് 1-2 ആഴ്ചക്കകം ഇയാൾക്കും രോഗലക്ഷണങ്ങൾ ആരംഭിക്കുക. ഇനി ഇതിനുള്ള ചികിത്സ എന്താണ്? ഇവിടെ 2 രീതിയിൽ ചികിത്സിക്കാൻ പറ്റാം. ഒന്ന്, സ്കൂൾ തലത്തിൽ ഇതിനുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് തുടങ്ങണം. ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഈ വൈറസ് ബാധയെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണം, ഇതില്ലാതാക്കാനുള്ള ശ്രമങ്ങൾ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പാഠ്യ വിഷയത്തിൽ ഇതിന്റെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം പോലെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കണം. ഇനി പ്രായപൂർത്തിയായവർക്ക് ഈ വൈറസ് എന്തായാലും ദേഹത്തുനിന്ന് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ രോഗലക്ഷണങ്ങളെ ചികിത്സിക്കാനേ പറ്റുള്ളൂ. ആ ചികിത്സിക്കാനുള്ള ചികിത്സാവിധിയാണ് IPC 279. അതായത് ഈ രോഗലക്ഷണമുള്ള ആളെ രോഗം മൂർച്ഛിക്കുന്നതിന് മുമ്പായി തന്നെ പിടിച്ച് ഐസൊലേഷനിൽ, പോലീസ് സ്റ്റേഷനിൽ ഐസൊലേഷനിൽ മണിക്കൂറുകളോളം ഇടാനുള്ള ഒരു ചികിത്സയാണിത്. പക്ഷെ അതിനുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഇത്രയധികം ലക്ഷം പേര് ഈ രോഗബാധിതരായിട്ട് ഇങ്ങനെ റോഡിലൂടെ നടക്കുമ്പോൾ അതിനുള്ളൊരു ഫെസിലിറ്റി കുറച്ച് കുറവായിരിക്കാം. എന്തായാലും അത് ശ്രമിച്ച് ഈ വെപ്രാള വൈറസ് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നോക്കണം. കൊറോണ വൈറസിനേക്കാളും കൂടുതൽ, വളരെയധികം കൂടുതൽ അപകടകാരിയമായ ഒരു വൈറസാണിത്. ദിവസവും 12 പേരാണ് മരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക.